ഈശോയുടെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധ കുർബാനയുടെ അവസാനത്തെ ഭാഗമായ സമാപന ശുശ്രൂഷയെക്കുറിച്ച് പഠിക്കുവാനാണ് ഈ ക്ലാസ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താണ് സമാപന ശുശ്രൂഷയിൽ സംഭവിക്കുന്നത്? നമുക്കറിയാം, ഇതിനു മുമ്പുള്ള ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവ ഐക്യ ശുശ്രൂഷയായിരുന്നു. അതായത് ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ ദാനമായ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച് നമ്മൾ ഈശോയോട് ഐക്യപ്പെടുകയാണ് ദൈവൈക്യ ശുശ്രൂഷയിൽ സംഭവിക്കുന്നത്. ഇങ്ങനെ ദൈവം നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി നമ്മളുമായി ഒന്നായി തീരുന്നതിനാൽ ഈ ത്രിത്വേക ദൈവത്തിന് ദൈവജനം മുഴുവനും കൂടി നന്ദി പ്രകാശിപ്പിക്കുന്ന അവസരമാണ് സമാപന ശുശ്രൂഷ എന്ന് പറയുന്നത്. ഈ സമാപന ശുശ്രൂഷയിൽ എന്തൊക്കെ പ്രാർത്ഥനകളാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ പ്രാർത്ഥന ഗണം എന്ന് പറയുന്നത് കാർമികൻ പരിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം കാസയും പീലാസയും വൃത്തിയാക്കുമ്പോൾ അദ്ദേഹം ചെല്ലുന്ന പ്രാർത്ഥനകളാണ്. ഈ പ്രാർത്ഥനകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പ്രാർത്ഥനകളിൽ എപ്പോഴും യുഗാന്ത്യത്തെക്കുറിച്ചുള്ള ചിന്തകളാണ്. അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, മിശിഹായെ, നിന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്ത ഞങ്ങളെ നല്ല കള്ളനോടും നിന്റെ അഭീഷ്ടം നിറവേറ്റുന്ന നീതിമാന്മാരോടും ഒരുമിച്ച് പറുദീസായിൽ നിന്നെ സ്തുതിക്കുവാൻ യോഗ്യരാക്കണമേ. പരിശുദ്ധ കുർബാനയുടെ ഏറ്റവും വലിയ ഫലമാണ് നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള അവസരം ലഭിക്കുന്നു എന്നുള്ളത്. ഈ പരിശുദ്ധ കുർബാനയാണ് പറുദീസായിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമ്മുടെ ആത്മാവിന് പോഷണമായി നിൽക്കുന്നത്. എപ്പിക്ലേസിസ് റൂഹാഷണ പ്രാർത്ഥനയുടെ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ദിവ്യ രഹസ്യങ്ങൾ കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും സ്വർഗീയ ജീവിതത്തിനും കാരണമാകട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അത് തന്നെയാണ് ഈ 3 പ്രാർത്ഥനകൾക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. യോഗ്യതയോടുകൂടി വേണം പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാനുള്ള കാര്യം ഇത് പറയുന്നുണ്ട്. അല്ലെങ്കിൽ അത് ശിക്ഷാവിധിക്ക് കാരണമാകും. ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ. എപ്പോഴാണ് ശിക്ഷാവിധിക്ക് കാരണമാകുന്നത്? യോഗ്യതയില്ലാതെ ഞാൻ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴാണ് ഈ ദിവ്യരഹസ്യങ്ങൾ ശിക്ഷാവിധിക്ക് കാരണമാകുന്നത്. ഈ 2 ചിന്തകളാണ് ഈ കാർമികൻ കാസയും പീലാസയും വൃത്തിയാക്കുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥനകൾ നമ്മൾക്ക് നൽകുന്നത്. ഇനിയും നമ്മൾ കാണുവാൻ പോകുന്നത് നന്ദി പ്രകാശന പ്രാർത്ഥനകളാണ്. ദൈവജനം, സമൂഹം ദൈവത്തിന് നന്ദി പറയുന്നു, ശുശ്രൂഷി ദൈവത്തിന് നന്ദി പറയുന്നു, കാർമികൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതിനുശേഷം എല്ലാവരും കൂടെ ദൈവത്തിന് നന്ദി പറയുകയാണ് ഈ വലിയ അവർണ്ണനീയമായ ദാനത്തിനു വേണ്ടി. 3 പ്രാർത്ഥനകളാണ് സമൂഹം ദൈവത്തിന് നന്ദി പറയുമ്പോൾ 3 പ്രാർത്ഥനകളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 1 കർത്താവിന്റെ തിരുനാളുകളിലൊക്കെ ചെല്ലുവാനുള്ള പ്രാർത്ഥന, 2 ഞായറാഴ്ചകളിലും സാധാരണ തിരുനാളുകളിലുമൊക്കെ ചെല്ലുവാനുള്ള പ്രാർത്ഥന, 3 സാധാരണ ദിവസം ചെല്ലുവാനുള്ള പ്രാർത്ഥന. ആദ്യത്തെ പ്രാർത്ഥന കർത്താവിന്റെ തിരുനാളിൽ ചൊല്ലുന്നത് എങ്ങനെയാണ്? ഈ ദിവ്യ രഹസ്യങ്ങൾ ജീവിച്ച ഓരോ വ്യക്തിയും ആ വ്യക്തിയുടെ ശരീരത്തിലെ ഓരോ അവയവവും കൊണ്ട് എങ്ങനെ ഈശോയോട് ചേർന്ന് നിൽക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ആ പ്രാർത്ഥന പറയുന്നത്. ഉദാഹരണത്തിന്, സ്വർഗത്തിൽ നിന്റെ സ്തുതികൾ കേട്ട കാതുകൾ ശിക്ഷാവിധിയുടെ സ്വരം കേൾക്കാതിരിക്കട്ടെ. നിന്റെ അളവറ്റ കാരുണ്യം കണ്ട കണ്ണുകൾക്ക് നിന്റെ അനുഗ്രഹദായകമായ പ്രത്യാഗമനം കാണുവാൻ ഇടവരട്ടെ. ഇങ്ങനെയാണ് ഈ പ്രാർത്ഥന പോകുന്നത്. ഇനി 2ാമത്തെ പ്രാർത്ഥന, അതായത് ഞായറാഴ്ചകളിലെ പ്രാർത്ഥന എന്താണ്? ഈശോയുടെ രക്ഷാകര സംഭവങ്ങൾ അനുസ്മരിക്കുകയാണ്. ഈ രക്ഷാകര സംഭവങ്ങൾ അനുസ്മരിച്ച് ഈശോയ്ക്കും പരിശുദ്ധ ത്രിത്വത്തിനും നന്ദി പറയുകയാണ്. അത് മാത്രമല്ല, യുഗാന്ത്യത്തെക്കുറിച്ചുള്ള ചിന്തകളും ഈ പ്രാർത്ഥന തരുന്നുണ്ട്. നീ മഹത്വത്തോടെ പ്രത്യക്ഷപ്പെടുന്ന ദിവസം നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ജീവൻ കണ്ടെത്തട്ടെ. നിന്റെ അഭീഷ്ടമനുസരിച്ച് ഞങ്ങൾ നിന്നെ എതിരേൽക്കുകയും ചെയ്യട്ടെ. യുഗാന്ത്യത്തെക്കുറിച്ചുള്ള ചിന്തകളാണ്. സാധാരണ ദിവസത്തെ പ്രാർത്ഥനയും ഈ 2 കാര്യങ്ങളാണ്. അതിന്റെ ആദ്യത്തെ ഭാഗത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദിവ്യരഹസ്യങ്ങൾ തന്നതിന് ദൈവത്തെ സ്തുതിക്കുന്നു. 2 സ്വർഗം ലഭിക്കുവാനുള്ള പ്രത്യാശയെക്കുറിച്ച് അവിടെ പ്രാർത്ഥിക്കുന്നു.
ഇനിയും നമ്മൾ കാണുന്നത് ശംശാനിയുടെ ഒരു പ്രാർത്ഥനയാണ്, ഡീക്കന്റെ പ്രാർത്ഥനയാണ്. അവിടെ എന്താണ് പറയുന്നത്? പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് ദൈവജനത്തെ മുഴുവൻ ഒന്നാക്കുന്നതെന്നാണ് ഈ പ്രാർത്ഥന പറയുന്നത്. നെസ്തോറിയസിന്റെ കൂദാശക്രമത്തിലെ എപ്പിക്ലേസിസിൽ റൂഹാഷണ പ്രാർത്ഥനയിൽ അത് നമ്മൾ കണ്ടായിരുന്നു. ആ പ്രാർത്ഥനയിൽ പറയുകയാണ്, ഈ എഴുന്നള്ളി വരുന്ന പരിശുദ്ധാത്മാവാണ് ദൈവജനത്തിന്റെ ഐക്യത്തിന്റെ കാരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ പരിശുദ്ധാത്മാവ് തന്നെയാണ് നമ്മളെ ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിക്കുവാനുള്ള യോഗ്യത നമുക്ക് നൽകുകയും ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ശംശാന ഈ ആഹ്വാനത്തിൽ, ഈ പ്രാർത്ഥനയിൽ പറയുന്നത്. അപ്പോൾ സമൂഹം നൽകുന്ന മറുപടി വളരെ മനോഹരമാണ്. അവർണ്ണനീയമായ ഈ ദാനത്തെക്കുറിച്ച് കർത്താവെ അങ്ങേക്ക് സ്തുതി. അതെ, നമുക്ക് വർണ്ണിക്കാൻ പറ്റത്തില്ല ഈ ദിവ്യരഹസ്യങ്ങളെ കുറിച്ച്, ദൈവം തരുന്ന ദാനങ്ങളെ കുറിച്ച് നമുക്ക് ഒരിക്കലും വിവരിക്കാൻ പറ്റത്തില്ല. വിവരിക്കുന്നതിന്റെ അപ്പുറത്താണ് ഈ ദാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ജനം ഇങ്ങനെ പറയുന്നത്, അവർണ്ണനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവെ അങ്ങേക്ക് സ്തുതി. ഇതിനുശേഷം കാർമികന്റെ നന്ദി പ്രകാശന പ്രാർത്ഥനയാണ്. അത് ഞായറാഴ്ചകളിലും തിരുനാളുകളിലും 2 പ്രാർത്ഥനയുണ്ട്, സാധാരണ ദിവസമാണെങ്കിൽ 2 പ്രാർത്ഥനകളുണ്ട്. ഇതിന്റെ ആദ്യത്തെ പ്രാർത്ഥന എപ്പോഴും ദൈവത്തിന് സ്തുതിയും നന്ദിയും പറയുകയാണ് ഈ ദിവ്യരഹസ്യങ്ങൾ നൽകിയത്. രണ്ടാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് യുഗാന്ത്യത്തെ കുറിച്ചുള്ള ചിന്തകളാണ്. ഈ പരിശുദ്ധ കുർബാനയുടെ ഫലമായ സ്വർഗപ്രാപ്തിക്കുള്ള പ്രാർത്ഥനയാണ് രണ്ടാമത്തെ ഈ പ്രാർത്ഥനയിൽ. അത് സാധാരണ ദിവസമാണെങ്കിലും ഞായറാഴ്ചകളിലാണെങ്കിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഓരോ ഗണവും മാറി മാറി ദൈവത്തെ സ്തുതിച്ചതിന് ശേഷം എല്ലാവരും കൂടെ ദൈവത്തെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുകയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിലൂടെ. ശരിക്കു പറഞ്ഞാൽ ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിക്കുന്നത് വഴി നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീരുകയാണ്. ആ മക്കളായി തീരുന്ന നമ്മൾ പിന്നെ എങ്ങനെയാണ് ദൈവത്തെ സ്തുതിക്കുന്നത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ്. മാത്രമല്ല, ദൈവൈക്യ ശുശ്രൂഷയിൽ മറ്റൊരു കാര്യം കൂടെ. സ്വർഗവും ഭൂമിയും ഒന്നാകുന്നു, ഭൂവാസികളും സ്വർഗവാസികളും ഒന്നാകുന്നു. ഈ സ്വർഗവാസികളും ഭൂവാസികളും കൂടെ ത്രിത്വേക ദൈവത്തെ പരിശുദ്ധൻ 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 എന്ന് ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥനയിൽ നമ്മൾ ദൈവത്തെ പാടി സ്തുതിക്കുന്നു. ഇതിനുശേഷം നമ്മൾ കാണുന്നതാണ് അവസാനത്തെ പ്രാർത്ഥന, ഹുത്താമ എന്ന് പറയും. ഹുത്താമ എന്ന് പറഞ്ഞാൽ മുദ്ര വയ്ക്കൽ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഉടമ്പടി വയ്ക്കൽ, മുദ്ര വയ്ക്കൽ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഇതിനെ ഒരു ആശീർവാദ പ്രാർത്ഥന എന്ന് കാണുന്നതിനെക്കാട്ടിലുപരി ഇതൊരു ഉടമ്പടി വയ്ക്കലാണ്. ഈ പ്രാർത്ഥനയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും, ഇതൊരു ദൈവവും മനുഷ്യരും തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ്. പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് എന്താണ്? ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ്. ആ സ്നേഹത്തിന്റെ ഉടമ്പടിയാണ്. ഈ ദൈവവും മനുഷ്യനുള്ള സ്നേഹത്തിന്റെ ഉടമ്പടിയിൽ ജീവിക്കുവാനുള്ള ക്ഷണമാണ് പരിശുദ്ധ കുർബാന നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. എന്നാൽ ഈ സ്നേഹ ഉടമ്പടിയിൽ ജീവിക്കുവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും ശക്തി ലഭിക്കുന്നത് എങ്ങനെയാണ്? അത് ഈശോയുടെ സ്ലീവ വഴിയാണ്. അതുകൊണ്ടാണ് ഈ ഹുത്താമ പ്രാർത്ഥനയുടെ അവസാനം കാർമികൻ സ്ലീവയുടെ അടയാളത്താൽ ജനത്തെ ആശീർവദിക്കുന്നത്. കാരണം മിശിഹായുടെ സ്ലീവായാണ് ദൈവവുമായിട്ടുള്ള ഉടമ്പടിയിൽ ജീവിക്കുവാൻ നമുക്ക് ശക്തി നൽകുന്നത്. ഈ അവസരത്തിൽ ഒരു പ്രത്യേക കാര്യം അനുസ്മരിക്കുന്നത് നല്ലതാണ്. നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ 5 പ്രാവശ്യം സമൂഹം സ്വയം സ്ലീവ അടയാളത്താൽ ആശീർവദിക്കേണ്ട കാര്യമുണ്ട്. അത് ഏതൊക്കെ സമയമാണ് എന്നൊന്നും നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. അതിൻ്റെ ഒന്നാമത്തെ സമയം എന്ന് പറയുന്നത് സുവിശേഷ വായനയുടെ സമയത്താണ്. കാർമികൻ സുവിശേഷവുമായി മുന്നോട്ട് ബേമയിൽ വന്നതിന് ശേഷം സമാധാനം നിങ്ങളോടുകൂടെ എന്ന് ആശംസിക്കുമ്പോൾ ജനം ഇങ്ങനെ സ്വയം സ്ലീവ വരച്ച് ആശീർവദിക്കണം. അത് ഒന്നാമത്തെ പ്രാവശ്യം സുവിശേഷ വായനയുടെ സമയത്ത്. രണ്ടാമത്തെ പ്രാവശ്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ ഗഹാന്ത പ്രാർത്ഥന, അതിനുശേഷമുള്ള കാനോനയ്ക്ക് ശേഷം, അതായത് സമാധാന ആശംസയുടെ മുമ്പ് കാർമികൻ സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞ് ആശീർവദിക്കുന്നുണ്ട്. അപ്പോഴും സമൂഹം മുഴുവൻ സ്വയം സ്ലീവ കൊണ്ട് ആശീർവദിക്കണം. മൂന്നാമത്തെ പ്രാവശ്യം എന്ന് പറയുന്നത് കുർബാന സ്വീകരണത്തിന് മുമ്പും സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞ് ഒരു ആശീർവാദമുണ്ട്. അതിനുശേഷം കുർബാന സ്വീകരണത്തിന് തൊട്ടു മുമ്പ് നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപയാൽ എന്ന് പറയുന്ന കാർമികന്റെ പ്രാർത്ഥനയ്ക്ക് ശേഷവും ഒരാശീർവാദമുണ്ട്. അങ്ങനെ 3, 4 അങ്ങനെ 4 പ്രാവശ്യമായി. ഇനി 5ാമത്തെ ആശീർവാദം നമ്മൾ സ്വയം സ്ലീവ അടയാളത്താൽ വരയ്ക്കേണ്ടത് എപ്പോഴാണ്? അത് സമാപന ആശീർവാദത്തിന്റെ സമയത്താണ്, ഹുത്താമയുടെ സമയത്താണ്.
അങ്ങനെ 5 പ്രാവശ്യമാണ് സമൂഹം സ്വയം സ്ലീവ അടയാളത്താൽ മുദ്രിതരാകേണ്ടത്. ഇനി എങ്ങനെയാണ് ഈ സ്ലീവ നമ്മൾ വരയ്ക്കേണ്ടത്? അതിങ്ങനെയാണ്: പിതാവിൻ്റെയും, അതായത് പിതാവിൻ്റെയും എന്ന് പറയുമ്പോൾ ഇവിടെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഇങ്ങനെയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും. അതിൻ്റെ അർത്ഥം എന്താണ്? പുത്രൻ പിതാവിൻ്റെ വലതുവശത്താണ്. ഈ പുത്രനായ പ്രകാശമായിട്ടുള്ള ഈശോയാണ് നമ്മുടെ ഹൃദയത്തിലെ അന്ധകാരമെല്ലാം നീക്കുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ഈ രീതിയിൽ സഭ അനുശാസിക്കുന്ന രീതിയിൽ നമ്മൾ സ്ലീവ വരച്ചു കഴിയുമ്പോൾ ആ സ്ലീവായിൽ നിന്നുള്ള വലിയ ശക്തി നമുക്ക് ലഭിക്കും എന്ന് നമ്മൾ ഓർത്തിരിക്കുക. ഈ സമാപന ഉത്താമ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. അത് കാർമികന്റെ ഒരു പ്രാർത്ഥനയാണ്. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി എന്ന് പറയുന്ന പ്രാർത്ഥന, അത് കാർമികന്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരു ആരാധനാക്രമ പാരമ്പര്യത്തിൽ നിന്ന് കടമെടുത്തതാണ്. അത് കാർമികന്റെ മാത്രം പ്രാർത്ഥനയാണ്. പലപ്പോഴെങ്കിലും അത് വ്യതിചലിച്ചു പോകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. എന്നാൽ നമ്മൾ ഓർക്കുക, അത് കാർമികന്റെ രഹസ്യ പ്രാർത്ഥനയാണ്. അദ്ദേഹം രഹസ്യമായിട്ട് ബലിപീഠം ചുംബിക്കുമ്പോൾ, മധുഹ ചുംബിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. വളരെ മനോഹരമായിട്ടുള്ള പ്രാർത്ഥനയാണ്. എന്നാൽ ഓർത്തിരിക്കുക, അത് കാർമികന്റെ മാത്രം പ്രാർത്ഥനയാണ് എന്നുള്ളത്.